അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ വീട്ടിൽ നല്ലൊരു വഴക്ക് നടക്കുകയാണ്. അതായത് അനുമോളും അതായത് ആദിലിനെ ബാക്ക് സ്റ്റാബ് ചെയ്തു, അതായത് ആദിലിനെ നൂറേയും ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് വീണ്ടും വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഓഡിയൻസ് വ്യക്തമായി മനസ്സിലാവും. അതായത് ഇത്രയും നാൾ നിന്ന സമയത്ത് അനുമോൾ ഇതുവരെയായിട്ട് അതായത് ഒരു ഞാനൊരു ആരുടെയും പേഴ്സണൽ PR കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമുക്കുള്ള കാര്യമുള്ളത് ചെയ്ത കാര്യമാണെങ്കിൽ ചെയ്ത കാര്യം ഉള്ളതുപോലെ പറയണം. അതായത് ഇന്നേ വരെ അനുമോൾ ആദിലേക്ക് നൂറയ്ക്കെതിരെ ഗെയിം കളിച്ചിട്ടില്ല. അതായത് ഫസ്റ്റ് വന്ന സമയത്ത് ഇവർക്കെതിരെ പലവട്ടം നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇവർക്കെതിരെ ഗെയിം കളിച്ചിട്ടില്ല. അത് ശൈത്യ ഇത് മെയിൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ശൈത്യയും ഈ റീ എൻട്രീസ് തന്നെയാണ്. അതായത് ഇവർ വന്നിട്ട് ഇവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് നീ എന്നെ അങ്ങനെ പറഞ്ഞില്ല, അതുകൊണ്ട് എന്നെ ഇപ്പോൾ കട്ടപ്പാന്ന് വിളിക്കുന്നത്, എനിക്ക് ഭയങ്കര സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കെതിരെയും ഗെയിം കളിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ആദിലെ നൂറെടുത്ത് ശൈത്യ പറയുന്നത് നിങ്ങൾക്കെതിരെയും അവൾ ഗെയിം കളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിലെ നൂറേയും പെട്ടെന്ന് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യപ്പോൾ അത് ശൈത്യ പറയുന്നത് ശരിയാണോ എന്ന് ഓർത്ത് ഇവരും അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കത് ഭയങ്കര നെഗറ്റീവ്. അത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അതായത് ഇവർ തന്നെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ കിട്ടിയ അവസരം അക്ബർ നല്ലതായിട്ട് മുതലെടുക്കുന്നുണ്ട്. അതായത് PR ടീമിൻ്റെ ബലത്തിലല്ലേ നീ ഇവിടെ നിൽക്കുന്നത്, അത് ഈ PR ടീം കാരണം ബാക്കിയുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. PR അക്ബർ പറയുന്നുണ്ട്. അക്ബറിനും PR ഉണ്ട്. അതായത് ഈവൻ ഔട്ടായി വീക്കായ കണ്ടസ്റ്റൻ്റായ ശൈത്യക്ക് വരെ PR ഉണ്ട്. അത് 1.5 ലക്ഷം രൂപ ശൈത്യ കൊടുത്തെന്ന് ശൈത്യയുടെ PR തന്നെ പറയുന്നുണ്ട്. അത് 1.5 ലക്ഷം രൂപ ശൈത്യയുടെ അച്ഛൻ കൊടുത്തിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ PR ഇല്ലാത്ത ആരും തന്നെ അവിടെ ഇല്ല. അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ടോപ്പ് 6 കണ്ടസ്റ്റൻറ്റിൽ നിലവിൽ PR ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നെവിൻ മാത്രമേ ഉള്ളൂ. നെവിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും PR, ആദിലിനവർക്ക് എല്ലാവർക്കും PR ഉണ്ട്. അപ്പോൾ PRൻ്റെ കാര്യം നമുക്കിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിലവിൽ ഈ പ്രശ്നത്തിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് റീ എൻട്രീസ് ആയി വന്നിരിക്കുന്നത് ശൈത്യയും ബെൻസിയും. ഇവർക്ക് കുത്തി കൊടുത്ത വിഷം കൊണ്ട് തന്നെയാണ് ഇവർ തിരിച്ച് അത് ഇതേപോലെ ഞങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടാവോ എന്നൊരു സംശയത്തിലാണ് ഇവർ ചെയ്യുന്നത്. അനുമോൾ പറയുന്നുണ്ട്, കരഞ്ഞ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇവർക്കെതിരെ ഗെയിം കളിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് ടോക്ക് വരുന്നത്. അതായത് ഇന്നലെ ശൈത്യമായിട്ടൊരു ഇഷ്യൂ നടന്നപ്പോഴും അനുമോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് മറ്റേ അനുമോൾ പറയുന്നുണ്ടായിരുന്നു, അതായത് നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ പേടിക്കുന്നത്, അതായത് നീ എനിക്കെതിരെ നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുന്ന അനുമോൾ. അപ്പോൾ ശൈത്യക്ക് പറയാൻ മറുപടിയില്ല. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശൈത്യ ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പുള്ളിക്കാരി കട്ടപ്പാന്ന് വിളിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരിക്ക് അത്രയും നെഗറ്റീവില്ല. ഇപ്പോൾ പോയി കാണിച്ചു കൂട്ടിയ കാട്ടായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി ഇറങ്ങി വരുമ്പോഴത്തേക്കും എന്തുമാത്രം നെഗറ്റീവ് ആവുമെന്ന് അറിയാൻ പാടില്ല. ഇനി അത് കാണേണ്ട തന്നെ ഇരിക്കുന്നു. ബിൻസിയൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് പോയിരിക്കുക. മസ്താനി നെഗറ്റീവായിട്ട് കയറുന്നു, മസ്താനി ഇട്ട് പോസിറ്റീവ് ആവുകയും ചെയ്തു. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.